എന്തേ അഭിലാഷം കരയണ? ഇത്ര നേരം ഒരു കുഴപ്പമില്ലായിരുന്നു, എന്നാ പറ്റിയടാ? ഇതെന്നാ ഇങ്ങനെ ഒരു ഫോട്ടോ? എടാ മായനെ, ഈ ലുക്ക് കണ്ടില്ലേ, ഗ്ലാമർ അല്ലേ? പക്ഷെ എന്നെ ഉണ്ടല്ലോ ഇങ്ങനെ ആക്കി വെച്ചേക്കുക. ഇത് നോക്ക്, കരിമ്പൂതോ? ഇത് നോക്ക്, ഇത് നോക്ക്, കണ്ടോ? ഇതൊക്കെ മോശമാണ് കേട്ടോ ചെയ്യുന്നത്. ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഇതൊക്കെ വേറെ മോശങ്ങളാ ചെയ്യുന്നത്. അതല്ല മായന, നല്ല ലുക്ക് അല്ലേ? പിന്നല്ലേ എല്ലാരും കുഞ്ചാക്കോവൻ എന്നെ വിളിച്ചോണ്ടിരുന്ന നാട്ടിലൊക്കെ അതല്ലേ ആ രീതിയിലാണ്. കാരണം കുഞ്ചാക്കോ പോവൻ കാരണം ആ രീതിയിൽ വിളിച്ചോണ്ടിരുന്ന എന്നത് ഈ രീതിയിലാക്കി വെച്ചേക്കുക. എന്നാ ചെയ്യണേ? ഭയങ്കര സങ്കടമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ മെനമണി, ഇത് എന്റെ ഈ പല്ല് മാത്രം വെളുത്തിരിക്കുന്നു. പല്ല് കണ്ടോ? പല്ല് മാത്രം. ഇത് പല്ല് വെളുത്തല്ലേ ഇരിക്കുള്ളൂ. അല്ല, ഈ പല്ല് മാത്രം വെളുപ്പിച്ച് ഈ മുഖം കൂടെ ഒന്ന് വെളുപ്പിക്കാൻ പാടില്ലേ? ഭയങ്കര കഷ്ടമുണ്ട് കേട്ടോ. ഇതൊക്കെ ചെയ്യുന്നത് ആര് ചെയ്താൽ പോകരുത്. എനിക്ക് സങ്കടം. പിന്നെ ഒരു വാർത്ത, എൻ്റെ പൊന്നെ, എനിക്ക് നല്ല സങ്കടം എന്നാന്നറിയാം ആദർശ്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡെയിലി 300 രൂപ വെച്ച് വാങ്ങണ്ടെന്ന് പെരേര പറയാ. ഡെയിലി അങ്ങോട്ട് ഞാൻ 50 രൂപ വെച്ച് കൊടുക്കണ്ട. ആ കാര്യം പെരേര പറഞ്ഞില്ല. അതും എനിക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം ഞാൻ ബോഡി ഗാർഡാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്. മോശമാണത്. അത് കാരണം എനിക്ക് എന്താ പറയുക, 300 വെച്ച് ഡെയിലി തരണ്ടെന്ന് പറയാണ്. എന്താണെന്നറിയില്ല. പക്ഷെ ഞാൻ 10 ദിവസം കഴിഞ്ഞിട്ട് അവനെ കാണുന്നത്. എന്താണ് ഇങ്ങനെ പറയുന്നത്? 10 ദിവസം കൊണ്ട് 23 കിട്ടണമെങ്കിൽ 300 വെച്ചാണെങ്കിൽ 1000. 10 ദിവസത്തേക്ക് 300 വെച്ച് 3000 ആയില്ലേ? ആ ശരി, കൊള്ളാം. പിന്നെ ഒരു കാര്യം പ്രേക്ഷകരോട് പറയാനുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി നിഷ അടിക്കിനെ അറിയില്ല, ചേച്ചിനെ അറിയാം. നിഷ അടിക്ക് ഞാനൊരു ഫോട്ടോഷൂട്ട് നടത്തിപ്പോയി. ചോല വിസ്കി, നമ്മുടെ റിയാസ് മുഹമ്മദിന്റെ പടത്തിൽ ചോല വിസ്കി എന്ന് പറയുന്ന പടത്തിൽ അലി ന്യൂസ് പെരേര ഉണ്ട് ആ പടത്തിൽ. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഒന്നൊരു ഫോട്ടോ എടുത്തു പോയി. ഒരു സഹോദരനും കൂടി ഇന്നൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ തെറ്റാണോ? ആണോ? അല്ല. പക്ഷെ അതിങ്ങനെ കുറച്ച് പേര് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർക്ക് ചൊറിഞ്ഞു കയറി. എന്തൊക്കെ തെറിയാണോ വിളിക്കുന്നത്, എന്തൊക്കെ. കാരണം പുതിയ തെറി വരെ ലിപിയിൽ വന്നു തുടങ്ങി. അതുപോലത്തെ തെറിയാണ്. അറിയാൻ പാത്ത തെറികൾ വരെ. അതെങ്ങനെ കണ്ടുപിടിച്ചത്? അത് അവർക്ക് അറിയാമുള്ളൂ. പിന്നെ വേറെ കാര്യമുണ്ടോ, മാഗിന് വരെ തെറിയൊന്നും പറയില്ലായിരുന്നു. അപ്പൊ മാഗിന്റെ പേജിൽ നോക്കി കഴിഞ്ഞാലോ തിരിച്ച് പച്ച തെറിയാ. മാഗിന് വരെ തെറിയൊക്കെ ഞാനായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ പറയില്ലായിരുന്നു. ഞാൻ അങ്ങനെ ഒരു അതമ്പതിച്ച് വർത്താനം പറയുന്ന ആളല്ല. എനിക്കത് താല്പര്യമില്ല. കാരണം വേറെ ഒന്നല്ല, നമ്മൾ എന്താ പറയണ്ട, നമുക്കൊരു പോസിറ്റീവ് എനർജി വരണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫെയിം ആവുമ്പോഴാണ് നമുക്ക് ആൾക്കാര്. ആ കാര്യത്തിൽ ഞാൻ സമ്മതിച്ചു. കാരണം മാഹിൻ ഒരിക്കലും ഒരാളെയും അതായത് തിരിച്ച് തെറി പറയുകയൊന്നും ചെയ്യത്തില്ല. പക്ഷെ എന്തോ സാഹചര്യം മൂലം തെറി പറഞ്ഞു പോകും. അതിപ്പോ സ്വാഭാവികമല്ലേ. ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നവര് ഫേക്ക് ഐഡിയയിൽ. അല്ല, പിന്നെ എന്റെ സ്വഭാവം അനുസരിച്ച് ഇതൊന്നുമല്ല അഭിലാഷം. ഞാൻ പെരക്കകത്ത് കയറി അടിക്കും. മോട്ടക്കാർക്ക് അറിയാലോ എന്റെ സ്വഭാവം അതാണ്. ഞാൻ അങ്ങനെ ഒരു വ്യക്തിയാണ്. പിന്നെ ഞാൻ കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എല്ലാ രീതിയിലും ഒതുങ്ങി മാറിപ്പോയി. കാരണം സത്യം പറഞ്ഞു, ഞാനൊക്കെ പണ്ട് ടോള് വരാൻ ആഗ്രഹിച്ച പല ആൾക്കാരും ചോദിച്ചു, നീ എന്താണ് കല എന്ന് ചോദിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഒരു പാട്ടുകാരൻ എന്നുള്ള നിലയിൽ കലാകാരനല്ലേ? തീർച്ചയായിട്ടും. ഇവനൊരു മിമിക്രിക്കാരനായിട്ടല്ലേ ഇവൻ കലാകാരനായത്. ഒരുപാട് ബന്ധങ്ങളായത് അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും. നമുക്ക് സിനിമ വരുന്നില്ല, സിനിമ വരുന്നു. അതൊക്കെ ദൈവാധീനാണ്. വരുന്നു. അടുത്ത പുതിയ സംവിധായകന്റെ പടം വരുന്നുണ്ട്. പുതിയ ഒരുപാട് വരുന്നുണ്ട്. അത് പുറത്തു പറയാൻ വേണ്ട കാര്യമില്ല. നമുക്കത് വരുമ്പോൾ അവർ കാണട്ടെ. തീർച്ചയായിട്ടും നമ്മൾ വിലയിരുത്തട്ടെ. പിന്നെ ഇതുപോലത്തെ എഡിറ്റ് ചെയ്യുന്നവരോട് എനിക്ക് കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് ഇച്ചിരി ഗ്ലാമർ ആക്കി എഡിറ്റ് ചെയ്തുകൂടെ? ഇച്ചിരി കൂടെ കൂടുതൽ എഡിറ്റ് ചെയ്യാം. ഈ രീതിയിലല്ല, വേറെ രീതിയിൽ. ഇതൊക്കെ മോശമാണ് നിങ്ങൾ ചെയ്യുന്നത്. ഞാൻ അത്ര പറയണോ? വേറെ കാര്യങ്ങൾ പറയട്ടെ. പണ്ടൊക്കെ എന്ന് പറയാനുണ്ടല്ലോ, നമ്മൾ ടോള് വരാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരു ടോള് വന്നായിരുന്നെങ്കിൽ, ട്രോളല്ല കേട്ടോ, എടപ്പള്ളി ട്രോളല്ല, ട്രോൾ അങ്ങനെയല്ലേ? ട്രോൾ അത് തന്നെ, ട്രോൾ. ഞാൻ ഇംഗ്ലീഷ് പറയുന്നത് മലയാളത്തിൽ പറയും. ട്രോള് വന്നായിരുന്നു ആഗ്രഹിച്ചത്. പക്ഷെ ഇപ്പോഴുണ്ടല്ലോ മൊത്തം ട്രോളാ. ട്രോള് തട്ടി ഇപ്പൊ നമ്മുടെ ആറാട്ടനെ ട്രോള് കാണാറില്ല അല്ലേ? അദ്ദേഹം എന്ത് പറ്റി? അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? പുള്ളിക്കീടെ വെടിവെപ്പ വെടിവെപ്പെന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കുക. ആ വെടിവെപ്പല്ല, ഒരു വീഡിയോ ഉണ്ടായിരുന്നു. തോക്കൊക്കെ പിടിച്ച് ഇങ്ങനെ പൊട്ടാസ് തോക്കൊക്കെ പിടിച്ച് ഇങ്ങനെ. അപ്പൊ ഞാൻ ചോദിച്ചു, എടാ പെരേര നീ വെടിവെക്കണ്ടെന്ന് വെച്ചു. ഇല്ല ഏട്ടാ, ഞാൻ വെടിവെക്കുള്ളതാണ്. എന്തായാലും ഞങ്ങൾ ഇഴ എന്ന് പറയുന്ന സിനിമ കാണാൻ വേണ്ടി വന്നതാണ്, റിവ്യൂ ഷോ കാണാൻ വേണ്ടി വന്നതാണ്. എല്ലാവരും നമ്മുടെ നിയാസ് സാറിന്റെ കലാഭവൻ നവാസ്ക അഭിനയിച്ചു. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു മൂവി ആയിരിക്കും. അങ്ങോട്ട് ഞങ്ങളുടെ നല്ലൊരു സുഹൃത്താണ് നവാസ്ക. അത് തന്നെ. അപ്പൊ അങ്ങോട്ട് പോവാണ്. ഞാൻ പറയാനുള്ളൂ, നല്ല രീതിയിലുള്ള ലുക്കുള്ള ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്യ സുഹൃത്തുക്കളെ. ഇത്രയും ഭംഗിയുള്ള കുഞ്ചാക്കോവനെ പോലെ ഇരിക്കണം. എന്നെ ഇങ്ങനെ ആക്കല്ലേ. ഈ സങ്കടം സഹിക്കാൻ പാടില്ല മായന്. കുഞ്ചാക്കോവനെ പോലെ ഇരിക്കണം. എന്നെ ഇപ്പൊ കുഞ്ചാക്കോവൻ എന്ന് പറയുമ്പോ ഞാൻ ചോക്ലേറ്റ് കുമാറിന് അടുത്തുണ്ടെന്നുള്ള ചിന്ത നോക്കുന്നതല്ലോ ആദർശ. പിന്നെ കഴിഞ്ഞ ദിവസം ഇവനൊരു പാട്ട് പാടിയപ്പോ ഞാൻ കിടന്ന് കരഞ്ഞു കേട്ടോ. പറന്നു പോവാണ് എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ.
ഈ പാട്ട് പാടിയപ്പോ എന്റെ കുറെ സുഹൃത്തുക്കൾ വിളിച്ചു ചോദിച്ചു. പണ്ടത്തെ ഒരു പ്രേമം അല്ല വേറെ സുഹൃത്തുക്കൾ വിളിച്ചു ചോദിച്ചു. കരഞ്ഞ ചിരിച്ചല്ല കരഞ്ഞാണ്. ഓക്കെ, അപ്പൊ സിനിമ അല്ല അപ്പൊ വേറെ സുഹൃത്തുക്കൾ ചോദിച്ചു ആട്ടാഭിലാഷ് മായിനെ നല്ല കേറ്റടല്ല കേറ്റടെന്ന്. ഞാൻ പറഞ്ഞു ഞങ്ങള് സുഹൃത്തുക്കളാവുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ചെറിയ ഇതൊക്കെ ഉണ്ടാവും. ഗോസിപ്പുകൾ ഇല്ലാണ്ട് ആരും വളർന്നു. മറന്നു പൂമകളെ ഒരുപാട് കരയണ്ട. ഓക്കെ, താങ്ക് യു.